ഹലോ, അസ്സലാമു അലൈക്കും. ഇതെന്താണെന്നറിയോ? നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവും. ഇത് ചൂലാണ്. ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നിറയെ മിറ്റുണ്ട്. 4 പുറം മിറ്റാണ്. 4 പുറം മിറ്റുണ്ട്. അപ്പോൾ അടിക്കണമെങ്കിൽ ഒരു ചൂല് ഒരു മാസത്തിനേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാനെന്ത് ചെയ്യും? വേനൽക്കാലമായാലേ ഓലം മഴക്കാലത്ത് എന്നറിയോ, നമ്മളെ ഈർക്കിളി നല്ല ഇറക്കിളി കിട്ടില്ല, ഒക്കെ നനഞ്ഞിട്ട് വേഗം പൊട്ടിപ്പോകും. അപ്പോൾ വേനൽക്കാലത്ത് പട്ടകളൊക്കെ വീഴില്ല, നിറയെ വീഴുമല്ലോ. അപ്പോൾ ഞാനെന്ത് ചെയ്യും? പട്ടയിൽ നിന്ന് ഈർക്കിളി മാത്രം ഇങ്ങനെ എടുത്തിട്ട് കെട്ടാക്കി വെക്കും വറകും പെരയിൽ. എന്നിട്ട് അവിടുന്ന് ഒരു കെട്ടെടുത്തിട്ട് വന്നതാ അപ്പോൾ ഇതിട്ടോ. ഇതിപ്പോൾ നീ എന്താണെന്നറിയോ? ഇത് എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം ഒന്ന് പൈപ്പിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല നനക്കണം. അല്ലെങ്കിൽ എന്നറിയാം, നമ്മളെ കയ്യുമ്മലൊക്കെ തട്ടിയ കയ്യിൽ അതിൻ്റെ ഓല തട്ടിയ മുറിയാവും, പിന്നെ വേഗം പൊട്ടി പോകുള്ളൂ. അപ്പോൾ പൈപ്പിൻ്റെ ചുവട്ടിലൊന്ന് കാണിച്ചിട്ട് നല്ലപോലെ നനയ്ക്കുക. നനച്ചതിന് ശേഷം പിന്നെ എന്ത് കാട്ടുക? അതൊന്ന് വാരാൻ വെക്കണം. നല്ലൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് പിന്നെ ചൂല് ചീന്താൻ ബുദ്ധിമുട്ടില്ല. പിന്നെ ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ചൂല് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഓരോ ഈർക്കിളി ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഓല ഇങ്ങനെ കളയുക. അങ്ങനെ ചെയ്യുക. എന്നിട്ട് പിന്നെ ചൂലുണ്ടാക്കി വെക്കുക. വിൽക്കുകയാണെങ്കിൽ എത്ര ചൂലുണ്ടായാലും തികയില്ല. ഒരു ചൂല് കഴിയുമ്പോഴത്തേനും ഇടങ്ങറ. അപ്പോൾ ഞാനതാണ് ഇത്രയും ചൂലുണ്ടാക്കിയിട്ട് വെക്കുന്നത്. അങ്ങനെ ഈർക്കിളികളൊക്കെ അങ്ങനെ കൂട്ടിയിട്ട് ഓരോന്നാക്കുമ്പോൾ നേരം പിടിക്കും. രാവിലെ തുടങ്ങി പിന്നെ ഒരു 10-11 മണിയാകുമ്പോഴത്തേനും ഒരു ചൂലുണ്ടാക്കാം. നമ്മൾ മേടിക്കാൻ കിട്ടും ചൂല്. പക്ഷേ എന്താണെന്നറിയോ, ഞാൻ പ്രാവശ്യം മേടിച്ച് ചൂലെന്നറിയാം. അവർ ഉള്ളിൽ ചെറിയ ഈർക്കിളി വെച്ചിട്ട് പുറത്ത് കുറച്ച് ഉണ്ടാവുള്ളൂ. വേഗം തേഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേഗം കുറ്റിയാവും. അപ്പോൾ അതിനേക്കാളും നമ്മളിപ്പോൾ കാശ് കൊടുത്ത് മേടിക്കണ്ടല്ലോ, നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയാലും നല്ലത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചൂല് ഏകദേശം ഒക്കെ ഇതാണ്ട് അങ്ങനെ എടുത്തിട്ട് ഓരോന്ന് എടുത്തിട്ട് ചൂലുണ്ടാക്കുക. രാവിലെ തുടങ്ങി ഒരു 11 മണിയാകുമ്പോഴത്തേനും ചൂലുണ്ടാക്കൽ കഴിയും കേട്ടോ. ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളവിടെ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് നല്ല ചൂല് കിട്ടും. പിന്നെ ചൂലിൻ്റെ ഉണ്ടാക്കിയ ബാക്കിയുണ്ടല്ലേ, ബാക്കിയുള്ള ചപ്പുകൾ എന്ത് കാട്ടുക? അതിൻ്റെ പിന്നെ ഇതില്ലേ, അതിൻ്റെ ബാക്കി ആ ചൂല് ചീന്തേൻ്റെതൊക്കെ ഉള്ളതൊക്കെ എടുത്തിട്ട് നമുക്ക് തീ കത്തിക്കാൻ നല്ലതാണ്. കുറച്ചെടുത്തിട്ട് ഒന്ന് അടുപ്പിലാണ്ട് ഇട്ടാൽ ഒരു തീ ചെറുതായിട്ടും തീ കത്തിച്ചാൽ മതി. നല്ല തീ പിടിപ്പൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഇതിൻ്റെ ഈ ചൂല് ചീന്തിയതിൻ്റെ ആ ഓലകൾ, ചെറിയ നൈസ് ഓലയും. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ചൂലിൻ്റെ ഇത് കഴിഞ്ഞു. ഞാനിപ്പോൾ അതൊക്കെ എടുത്ത് വൃത്തിയായി. അപ്പോൾ ചൂലായില്ലേ. അങ്ങനെയാണ് ചൂലുണ്ടാക്കുക. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. പേടിക്കണേക്കാളും നല്ലതാണ് അവനവൻ്റെ വീട്ടിൽ പട്ടയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തിനാ അപ്പോൾ അതിൻ്റെ ആവശ്യം? ചൂല് ഉണ്ടാക്കുക നല്ലത് ഏതായാലും. അപ്പോൾ വൃത്തിയായിട്ട് ഇങ്ങനെ അടിച്ചു വരും ചെയ്യാറുണ്ടോ. എത്ര ബുദ്ധിമുട്ടായിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഈ ചൂല് ചീന്തിയ പോലെയല്ലേ, അത് നല്ല പോലെ തീ പിടിപ്പിക്കാൻ നല്ലതാണ്. എല്ലാവരും ഇതുപോലെ ചൂലുണ്ടാക്കി നോക്കണം കേട്ടോ.